സോ ഹലോ ഗൈസ്, ഇറ്റ്സ് മീ മാട്രിക്സ് ഗെയിമിംഗ്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഗ്രാനി വണ്ണിലെ ഡോർസ്കേപ്പ് ചലഞ്ച് ആയിട്ടാണ് ഗൈസ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ, അതായത് കഴിഞ്ഞ ചാനലിലെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ല, കളിച്ചത് നമ്മൾ ഗ്രാനി വണ്ണിലെ കാർസ്കേപ്പ് ചലഞ്ച് ആയിരുന്നു ഗൈസ്. അത് നമ്മൾ കംപ്ലീറ്റ് ആക്കുകയും ചെയ്തു. ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡോർസ്കേപ്പ് ചലഞ്ച് ആണ് ചെയ്യുന്നത്. നമ്മൾ എന്തായാലും കംപ്ലീറ്റ് ആക്കാനായിട്ട് ട്രൈ ചെയ്യുന്നതായിരിക്കും. ഒത്തില്ലാക്കണ്ട, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ സബ് ചെയ്യാത്ത എല്ലാവരും സബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്ത എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്ത ഗൈസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ലൈക്ക് ടാർഗറ്റ് 500 ആണ്. അപ്പൊ എല്ലാവരും നിന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പൊ ഗൈസ്, നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മുടെ സ്ഥിരം പരിപാടി ഗൈസ്, ഗ്രാനി എവിടെ നിന്ന് നോക്കുക. അല്ലെ നമ്മൾ നേരെ കയറി ചെന്ന് വല്ല വാതിലും തുറക്കുമ്പോ അമ്മച്ചി അവിടെ ഉണ്ടാവും. അപ്പൊ ആ ഒലക്ക ഒഴിക്കണ ബേസ്ബോൾ ബാറ്റ് ഇല്ലേ, അത് വെച്ച് വലിച്ചു പിടിച്ച് തലക്കെട്ട് അടി വരും. പിന്നെ നമ്മുടെ തല റബ്ബർ ഷീറ്റ് പോലെ, സ്ലൈമൊക്കെ പോലെ ഗൈസ്, ഇങ്ങനെ വലിച്ചെടുക്കാൻ പറ്റും. അപ്പൊ അതിന് നമുക്ക് അമ്മച്ചോടെ നോക്കാം. അതെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മൾ അങ്ങോട്ട് വരെ നമ്മുടെ തല അടിച്ചൊട്ടിച്ചേനെ. നമുക്ക് ഈ വഴി നമ്മുടെ സ്ഥിരം സ്പോട്ടിലേക്ക് പോകാം ഗൈസ്. നമ്മുടെ സ്ഥിരം സ്പോട്ട് ഈ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇതിന്റെ അകത്തുള്ളത് ഇവിടെ ആയിട്ട് വരും ഗൈസ്. ഇതാണ് നമ്മുടെ സ്ഥിരം സ്പോട്ട്. ഇവിടെ ആയിരിക്കും നമ്മൾ ബാക്കി പരിപാടികളെല്ലാം ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോ ആ സാധനം മറിച്ചിട്ട് സൗണ്ട് ആയിട്ട് അമ്മച്ചി ഇപ്പൊ ഇങ്ങോട്ട് വരുന്നുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് ഈ വഴി പോയിട്ടെ അപ്പുറത്തൊക്കെ എല്ലാം പോയി ചെക്ക് ചെയ്ത് നോക്കാം ഗൈസ്. അവിടെ എന്തെങ്കിലും കാണുന്നതായിരിക്കും. എപ്പോഴെങ്കിൽ കിട്ടിയാൽ പിന്നെ പേടിക്കേണ്ട ഗൈസ്. പിന്നെ അമ്മച്ചിനെയും പേടിച്ച് നമ്മളിങ്ങനെ ഓടി നടക്കേണ്ടതെന്ന് ആവശ്യമൊന്നുമില്ല. സ്പാർക്ക് പ്ലഗ് നമുക്ക് ആവശ്യമില്ല, അത് കാസ്കേപ്പിനാണ് ആവശ്യമുള്ളത്. ഇതിന്റെ അകത്ത് കേറിയിട്ട് വല്ലതൊക്കെ ഇല്ല. പാർട്ട് ഓഫ് എ ഷോട്ട് ഗൺ ആണ് ഗൈസ്. അത് എപ്പോഴെങ്കിൽ കിട്ടിയില്ല എന്തായാലും ആവശ്യം വരും ഗൈസ്, അത് ഉറപ്പാണ്. എപ്പോഴെങ്കിൽ കിട്ടിയില്ല എന്തായാലും ഞാൻ എടുത്ത് ഫിക്സ് ചെയ്യും ഗൈസ്. അപ്പൊ നമുക്കിനി ഇപ്പൊ അമ്മച്ചി അവിടെ നിന്ന് പോയിട്ടുണ്ടാവുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്കിനെ ബേസ്മെന്റിലേക്കൊക്കെ ഒന്ന് പോയി നോക്കാം. അവിടെ നിന്ന് വെപ്പൺകി കിട്ടിയാണെങ്കിൽ ചിലപ്പോൾ ലക്ക് ഉണ്ടാവും. വെപ്പൺകി കിട്ടിയാൽ പിന്നെ നമുക്ക് അമ്മച്ചിനെ പേടിക്കണ്ടല്ലോ. അമ്മച്ചിയുടെ രണ്ട് പൂടാങ്ങ പറിച്ച് കളഞ്ഞേക്കാം ഗൈസ് നമുക്ക്. അമ്മച്ചി ഇവിടെ ഒന്നും ഇല്ല ഗൈസ്. നമുക്കിനി ഇവിടെ അങ്ങോട്ട് താഴത്തോട്ട് പോയി അവിടെയുള്ള എല്ലാം ചെക്ക് ചെയ്ത് നോക്കാം ഗൈസ്. നമുക്ക് ഈ കാറിന്റെ അകത്തൊരു സാധനം ഇല്ല, അതും ചെക്ക് ചെയ്ത് നോക്കാം. അതിന്റെ അകത്ത് മിക്കവാറും വെപ്പൺകി കിട്ടിയാൽ നമുക്ക് ലക്ക് ഉണ്ട്. ഇല്ല ഗൈസ്, നമുക്ക് ലക്കില്ല. എന്ത് ചെയ്യാനാ, ഞാൻ എപ്പോഴും കളിക്കുമ്പോ ഇങ്ങനെ തന്നെ, എനിക്ക് ലക്കൊന്നും ഉണ്ടാവില്ല. നമുക്കേ ഒരു കാര്യം ചെയ്യാം ഗൈസ്. ഇവിടെ ഇരിക്കണ ആ ഗ്യാസിനെ എടുത്തിട്ട് അമ്മച്ചിനെ ഒന്ന് ട്രാപ്പാക്കാം. എന്നാലേ കാര്യമൊക്കെ നടക്കത്തുള്ളൂ. എന്നിട്ട് നമുക്ക് എവിടെയൊക്കെ പോയി നോക്കാം ഗൈസ്. അതിന് തന്നെ നമുക്ക് അമ്മച്ചിനെ ട്രാപ്പാക്കാം. അതിന് മുമ്പ് നമ്മൾ ഇവിടെ സൗണ്ട് ഉണ്ടാക്കണം, എന്നാലേ അമ്മച്ചിന്റെ അകത്തേക്ക് കയറത്തുള്ളൂ. അമ്മച്ചി സൗണ്ട് കേട്ട അപ്പൊ ഓടി വരും. കള്ളത്തള്ള ഉടുക്കത്തെ ചെവിയെ കാല് പണിത് കൊടുത്താണോ എന്തോ ഇതുപോലെ കേൾക്കണത്, റോക്കറ്റ് സ്പീഡിലേക്ക് കേൾക്കണത്. എവിടെ സൗണ്ട് കേട്ടാലും തള്ള അവിടെ വരും. അപ്പൊ വരും ഗൈസ് ഇവിടെ നിന്ന് ഇങ്ങോട്ട്. അമ്മച്ചി വരുന്ന സൗണ്ട് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് ഗൈസ്. അമ്മച്ചി സ്റ്റെപ്പ് ഇറങ്ങി വരുന്നുണ്ട്. അതെ വന്ന് ഗൈസ്. ഇപ്പൊ ഇതിന്റെ അകത്തോട്ട് കയറാം. അമ്മച്ചിനെ ലോക്കാക്കിട്ട് നമുക്ക് പൊക്കത്തൊക്കെ ഒന്ന് പോയി നോക്കണം ഗൈസ്. അമ്മച്ചി ടാറ്റ ബൈ ബൈ. ഇവിടെ കിടന്നോ. ഓക്കെ ബൈ, ഞാൻ പോകുന്നു. നമുക്ക് പൊക്കത്ത് പോയി നോക്കാം ഗൈസ്. അമ്മയ്ക്ക് അവിടെ കിടന്ന് ഗുണമായിക്കോളും. നമുക്ക് പൊക്കത്ത് പോയി ഇവിടെയൊക്കെ തപ്പണം. അവിടെ നിന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ നല്ല കിട്ടണം. നമുക്ക് ഇതുവരെ ഡോർസ്കേപ്പിനായിട്ടുള്ള ഒരു സാധനം പോലും കിട്ടിയിട്ടില്ല ഗൈസ്. ഇതിന്റെ അകത്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണം. ഒന്നുമില്ല ഗൈസ്. നമുക്കിനി എസ്കേപ്പ് ആവാൻ ഇനി എന്തൊക്കെ വേണം? കുറെ സാധനങ്ങൾ വേണം അല്ലേ? സോ എന്താണ് ഇനി ഇതിന്റെ അകത്ത് സ്പെഷ്യലിക്ക് അത് അവിടെ ഇരിക്കട്ടെ. ഇതിന്റെ അകത്ത് ഒന്നുമില്ല. ഇതിന്റെ അകത്ത് ഒന്നുമില്ല. ഇതിന്റെ അകത്ത് പാർട്ട് ഓഫ് ഷോട്ട് ഗൺ, അത് ചിലപ്പോൾ ആവശ്യം വരും ഗൈസ്. ഇതിന്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ? തുറക്ക്. ഇല്ല, ഇതിന്റെ അകത്ത് ഇല്ല. ഇതിന്റെ അകത്ത് ഗൈസ് കോഡ് കിട്ടി. ഒരു സാധനം കിട്ടി. ഒരു സാധനം സെറ്റാണ് ഗൈസ്. അപ്പൊ നമുക്ക് ഒരു സാധനം സെറ്റാണ്. ഇതെന്നാ ട്രാപ്പ്? അയ്യോ, ഓ അമ്മച്ചി വെറുതെ എന്തിനാ അമ്മച്ചി ട്രാപ്പൊക്കെ ഇട്ട് വെച്ചേക്കണത്? എന്തായാലും ചത്തില്ലേ, പിന്നെ എന്തിനാ? നമുക്ക് ഈ സ്പെഷ്യൽ കീ ഇല്ലേ ഗൈസ്, ഇത് ഹാളിൽ കൊണ്ട് ഇട്ടേക്കാം. അതാകുമ്പോ എടുക്കാൻ എളുപ്പമുള്ള ഏത് വഴി ഓടി വന്നാലും. നമുക്ക് പൊക്കത്തൊക്കെ പോയി തപ്പണം ഗൈസ്. കാരണം പൊക്കത്തൊന്നും നമ്മൾ തപ്പിയില്ലായിരുന്നു. കക്കൂസിന്റെ അകത്ത് കറക്കിയില്ല. നമുക്ക് അപ്പുറത്ത് പോയി നോക്കണം. സാധാരണ എനിക്ക് അതിന്റെ അകത്ത് കറക്കി കിട്ടാറിലാണ് ഗൈസ്. ഇവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഇനി നമുക്ക് എന്തൊക്കെ വേണം? കുറെ നാൾ വേണം അല്ലേ? അത് നമുക്കിനി എന്താ ഉള്ള കട്ടിംഗ് പ്ലെയർ, അത് നമുക്ക് ആവശ്യമുണ്ട് ഗൈസ്. നിങ്ങൾക്ക് അറിയാലോ, ആ മറ്റേ ഇതിന്റെ ഡോറിന്റെ അവിടെയുള്ള ആ വയർ നമുക്ക് കട്ട് ചെയ്യണം. പിന്നെ താഴത്തുള്ള വയറും കട്ട് ചെയ്യണം ഗൈസ്. ഇപ്പൊ ആ കട്ടിംഗ് പ്ലെയർ അവിടെ ഡ്രോപ്പ് ചെയ്ത് കൊണ്ടിട്ട് അമ്മച്ചിയുടെ വന്നിട്ടുണ്ടാവും. ദേ വന്ന് ഗൈസ്, ദേ നമ്മളെ കണ്ട്. നമുക്കിനി ഈ വഴി അങ്ങ് ഓടിയിട്ടേ ഇങ്ങോട്ട് അങ്ങ് കയറാം ഗൈസ്. ദേ ഈ ഇതിൽ കൂടെ അങ്ങോട്ട് കയറാം. അതാകുമ്പോ അമ്മച്ചി ഇപ്പൊ പൊക്കത്തായിരിക്കുമല്ലോ, നമുക്ക് താഴത്ത് എല്ലാം തപ്പാലോ. നമുക്ക് താഴത്ത് തപ്പാം. ആദ്യം നമുക്കിനി ആ ഇവിടെയൊക്കെ ഒന്ന് തപ്പണം. ഇവിടെ നമ്മൾ തപ്പിയില്ലായിരുന്നല്ലോ ഗൈസ്, ഇവിടെ തപ്പാം. കാരണം അമ്മച്ചി പൊക്കത്താണ്, ഇപ്പൊ വരാൻ ചാൻസ് ഒന്നും ഇല്ല അധികം. അങ്ങനെ ആണേലും പണിയാണ്. ഇപ്പൊ ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഗൈസ് അപ്പൊ നമുക്ക് ആവശ്യമുള്ള ആകെ 2 സാധനങ്ങൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. വേറെ ഒന്നും കിട്ടിയിട്ടില്ല ഗൈസ്. പണിയാണ് ഗൈസ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തായാലും പണി കിട്ടും. കൊണ്ടാരം. അമ്മച്ചി വേഗം വാ. അമ്മച്ചി ഇപ്പൊ പൊക്കത്തായിരിക്കുമല്ലേ ഗൈസ്? അല്ല നമ്മള് പേടിക്കണ്ട. താഴത്തോട്ട് വന്ന നമുക്കിനി താഴത്ത് നമ്മളിനി എവിടെയെങ്കിലും തപ്പാനുണ്ടോ? ഇത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ട്രാപ്പ് ആക്കിയല്ലേ ഗൈസ് അമ്മച്ചീന? എന്നാലേ എന്തേലും കാര്യം നമുക്ക് തപ്പാൻ പറ്റത്തുള്ളൂ കാര്യമായിട്ട്. അമ്മച്ചി തടപടയെന്ന് പറഞ്ഞ എണീറ്റ് വന്നത്. എന്ത് ചെയ്യാനാ, ഒടുക്കാതെ സ്പീഡായി പോയി.
നോർമൽ മോഡ് ഇട്ട് കളിക്കണ്ടായിരുന്നു, ഈസി ഇട്ട് കളിച്ചാൽ മതിയായിരുന്നു. അമ്മച്ചിക്ക് നടുവേന ആയോണ്ടാന്ന് തോന്നുന്നു പയ്യെ വന്നത്, പാവം. ആ ദേ ഇവിടെ എത്തിയല്ലേ. എന്താടാ ഇത്, റോക്കറ്റാ? നടുവേനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ബുള്ളറ്റ് പോലെ വന്നത്, ബുള്ളറ്റ് ട്രെയിൻ ആയത്. ഓണാക്ക്. ഇനി കുറച്ചു നേരം അവിടെ കിടന്നോട്ടാ. ഓക്കെ ബൈ, ഞാൻ പോകുന്നു. നമുക്ക് പൊക്കത്തോ എല്ലാം തപ്പാം ഗൈസ്. അല്ല ഗൈസ്, ഞാനേ എന്തോ മറന്ന പോലെ എനിക്ക് തോന്നണല്ല. എനിക്ക് തോന്നണേ നമ്മളിനി കട്ടുമ്പോ ഇത് തന്നെ നമ്മൾ ഇതിവിടെ ഇട്ടിട്ട് നമ്മൾ കട്ട് ചെയ്തില്ലായിരുന്നത്. നമുക്ക് താഴത്ത് പോയി ഒരു സ്ഥലം കൂടി കട്ട് ചെയ്യണ്ട, എന്നാലേ ആ രണ്ടും പച്ചയായിട്ടുള്ളൂ ഗൈസ്. ഇനി ഇതും കൂടി. ഓക്കെ. ഗ്രാനിയും പോയി. ഓക്കെ ബൈ. ഇതെന്നെ ഇതൊക്കെ മറിച്ചിരുന്നു. എടാ കൊച്ചെറുക്ക, ഇനി വേഗം പൊക്കോ. അമ്മച്ചി പെട്ടെന്ന് വരും. അമ്മച്ചിക്ക് കൊടുക്കത്തെ സ്പീഡപ്പാ. അമ്മച്ചി ബുക്ക് കിട്ടിയില്ല എന്നല്ല ഗൈസ്. അതേ ഇരിക്കണം, പറഞ്ഞില്ല അപ്പൊ തന്നെ കിട്ടി ബുക്ക്. ഇനി നമുക്ക് അമ്മച്ചിയുടെ മോൾക്ക് കൊണ്ടേ കൊടുത്തിട്ട് തരാം ഗൈസ്. ഏഞ്ചലീന, ആ തള്ളാനല്ലേ ഏഞ്ചലീന? അവരെന്നെ ഏഞ്ചലീനായിട്ട് മാറണേന്ന് തോന്നുന്നു ഗൈസ്. താഴത്തേക്ക് അലിഞ്ഞു പോകുമായിരിക്കും. എന്താന്നറിയാൻ പാടില്ല. എല്ലൊക്കെ എന്നായി, എല്ലൊക്കെ പൊടിഞ്ഞു പോകുമെന്ന് തോന്നുന്നു. അമ്മച്ചി ഇത് തുറക്കണമല്ലേ ഇനി? തുറക്ക്. ഇതേ ഇരിക്കണ് നമ്മുടെ ഏഞ്ചലീന, ചങ്ങലൊക്കെ ഇട്ടേക്കണത്. അധികം പെട്ടെന്നും ചാടണ്ട, വല്ല നടുവടിയും കേട്ടാ അമ്മച്ചിയെ, പയ്യെ വന്നാ മതി. ഇനി നമുക്ക് പൊക്കത്തോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം ഗൈസ്. പൊക്കത്തൊന്നും നമ്മൾ നോക്കിയില്ലായിരുന്നു. ദേ ഗൈസ്, അമ്മച്ചിയുടെ ഭർത്താവിന്റെ പ്രതിമ. അതിന്റെ അകത്ത് എന്താണ്? ഒന്നുമില്ല. ഓക്കെ. ഇനി നമുക്ക് ഇത് മറിച്ചിടാം ഗൈസ്. ഇത് മറിച്ചിടുമ്പോ അമ്മച്ചി ഇവിടെ വരുമല്ലോ, അപ്പൊ നമുക്ക് താഴത്തോട്ടിടാം. ഏത് ബുദ്ധി. അപ്പൊ അമ്മച്ചി ഇങ്ങോട്ട് വരും ഗൈസ്. വന്നു. അമ്മച്ചി വന്ന് ഇവിടെ എത്തി. ആ ബേസ്ബോളിന്റെ ബാറ്റൊക്കെ എനിക്ക് കാണാം ഗൈസ്. ഇനി നമുക്ക് ഓടി നേരെ താഴത്തിട്ടോ. പിന്നെ ഇല്ല ഗൈസ്, ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയായിരുന്നു. നമ്മുടെ നേരത്തെ ചാനലില്ലേ ഗൈസ്, അതായത് ഗെയിം പ്ലേ വീഡിയോസ് ഒക്കെ ഇട്ടുകൊണ്ടിരുന്ന ചാനൽ, ആ ചാനലിൽ നമ്മൾ ഇനി മുതൽ ഈ വീഡിയോസ് ഒക്കെ ആയിരിക്കും, അതായത് വ്ളോഗും അൺബോക്സിംഗ് വീഡിയോസ് ഒക്കെ ആയിരിക്കും ഗൈസ് ഇടുന്നത്. അപ്പൊ എല്ലാവരും അതും കൂടി ഒന്ന് പോയി ചെക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഗൈസ്. അതിന്റെ ലിങ്ക് ഞാൻ ചാനലിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ ഗൈസ്, നമുക്കിനി ഇവിടെ വന്നിട്ട് അമ്മച്ചീനെ ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യാം ഗൈസ്. അമ്മച്ചീനെ ഇവിടെ ഓടിച്ചു കൊണ്ടുവരാം. അമ്മച്ചി അല്ലെങ്കിൽ നമ്മൾ അവിടെ വെച്ച് പണിയും. അമ്മച്ചി വേഗം വാ അമ്മച്ചി. അമ്മച്ചി പിന്നെ ഒരു മണ്ടി ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, നമ്മൾ പറഞ്ഞൊക്കെ കേട്ടോളും. അമ്മച്ചിയെ, നമ്മുടെ മണ്ടി അമ്മച്ചി വേഗം അപ്പുറത്തന്നെ പോക്കോളും. ഇനി നമുക്ക് ഈ വഴി അങ്ങോട്ട് പോകാം ഗൈസ്. അമ്മച്ചി ഇപ്പൊ എന്തായാലും പുറത്തായിരിക്കുമല്ലോ ഗൈസ്, അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ പോയി നോക്കാം. അമ്മച്ചി ഇവിടെ വരരുത് കേട്ടോ, വരരുത്. വന്നാൽ ഞാൻ പോലീസിന് കേസ് കൊടുക്കും. അമ്മച്ചി ഇവിടെയൊന്നും ഇല്ല ഗൈസ്, നേരെ അങ്ങോട്ട് പോവാം. ഇതിന് സബാഷ്. ഇനി നമുക്ക് എന്തായാലും അമ്മച്ചിനെ ട്രാപ്പ് ആകാം ഗൈസ്. അല്ലെ അമ്മച്ചി ഇപ്പൊ വന്ന് നമ്മുടെ തലമണ്ട അടിച്ചു പൊടിച്ച് റബ്ബർ പോലെയാക്കും ഗൈസ്. നമുക്ക് എന്തായാലും അമ്മച്ചിനെ ട്രാപ്പ് ആക്കാം. ഇതിന്റെ അകത്ത് നമ്മളെ ഗ്രാസ്ലിയും കിടപ്പുണ്ട്, അത് അവിടെ തന്നെ കിടക്കട്ടെ, അതാ നല്ലത്. അതാകുമ്പോ നമുക്ക് എപ്പോഴും ഇടക്കിടക്ക് ഒന്ന് ട്രാപ്പ് ആക്കാല്ലേ. ഇവിടെ സൗണ്ട് ഉണ്ടാക്കുമ്പോ അമ്മച്ചി ഇപ്പൊ തന്നെ വരും. അമ്മച്ചി വേഗം വരിക, അകത്തേക്ക് കയറുക. കോഴീനെ എന്താണ്ടൊക്കെ വിളിക്കണ പോലെ അമ്മച്ചീനെ വിളിക്കുന്ന. ഇവിടെ വാ അമ്മച്ചി. അമ്മച്ചി കോഴിത്തീറ്റായിട്ട് വിളിക്കുന്നുണ്ട്, വരൂ. അമ്മച്ചി വന്നിട്ടുണ്ട്. എന്താ അനുസരണ അമ്മച്ചി, എന്താ അനുസരണില്ലേ അമ്മച്ചി? നമ്മള് വേറെ ഭാഷയിലൊക്കെ ചിലപ്പോൾ വിളിക്കേണ്ടി വരും ഗൈസ്, അതാണ് പ്രശ്നം. അമ്മ ഞാൻ കോഴിയുടെ ഭാഷയെ വിളിച്ചപ്പോഴാണ് അമ്മച്ചി. ഇതിന്റെ അകത്തൊന്നും ഇല്ലല്ലോ. ഇല്ല, സാധാരണ ഷോട്ട് ഗൺ പാർട്ടൊക്കെ കിട്ടാറുണ്ട്, പക്ഷെ കിട്ടിയില്ല ഈ പ്രാവശ്യം. നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കാം ഗൈസ്. പിന്നെ ഗൈസ്, പൊക്കത്ത് ഇത് സ്പോൺ ആയിട്ടുണ്ടാവും നമ്മുടെ ഷോന്റെ പേരുടെ സ്പൈഡർ കീ സ്പോൺ ആയിട്ടുണ്ടാവും. നമുക്ക് അതുപോലെ എടുത്തിട്ട് വരാം ഗൈസ്. ആ എല്ലൂരിത്തുള്ള അവിടെ ആ സ്പൈഡർ കീ തുപ്പിയിട്ടിട്ടുണ്ടാകും ഗൈസ്. അങ്ങനെ സ്പൈഡർ കീ വിഴിഞ്ഞു വെച്ചേക്കണം ഗൈസ്. അതാ ഞാൻ ആലോചിക്കണത്, വൈറ്റിലുണ്ടെന്ന് തോന്നുന്നു സ്പൈഡർ കീ. നമുക്കിത് ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടേക്കാം ഗൈസ്. നമുക്ക് വീൽ ക്രാങ്കോ എടുത്തിട്ട് വരാം. പിന്നെ സ്ക്രൂ ഡ്രൈവർ എടുക്കണം, പക്ഷെ സ്ക്രൂ ഡ്രൈവർ എടുക്കാൻ നമ്മളതിൽ വെപ്പണൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇപ്പൊ സ്ക്രൂ ഡ്രൈവർ എടുക്കാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് വീൽ ക്രാങ്ക് എടുത്ത നേരെ നമ്മുടെ ഗുണാക്കേവിലോട്ട് പോകാം ഗൈസ്. വീൽ ക്രാങ്ക് ഇതിന്റെ അകത്താണ്, ആ ചെടിയുടെ അവിടെ. ഓക്കെ, വീൽ ക്രാങ്ക് കിട്ടി. നിങ്ങൾക്കറിയാലോ ഗൈസ്, ഗുണാക്കേവിലേക്ക് പോകുമ്പോൾ ഒരു അമ്മച്ചി ഉണ്ട്. ആ അമ്മച്ചി നമ്മളെ ഉമ്മ നോക്കാൻ കരയുന്നത് ഗൈസ്. വെറുതെ വൃത്തികെട്ട തള്ളയാണ് ഗൈസ്. എനിക്ക് ആ അമ്മച്ചിനെ ഇഷ്ടമല്ല. അമ്മച്ചീനെ ഒട്ടും ഇഷ്ടമല്ല, പേടിയായിട്ടൊന്നും അല്ല, ഉമ്മ നോക്കാൻ വരുമെന്ന് എനിക്ക് ഇഷ്ടമല്ല. വൃത്തികെട്ട തള്ളയാണ് ആ തള്ള. നമുക്ക് ഗുണാക്കേവിലേക്ക് എന്തായാലും പോകണം, പോയാലേ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. ഇതിവിടെ കിടക്കട്ടെ. നമുക്ക് ഒരു സ്പൈഡർ കീ എടുത്തിട്ട് വരാം ഗൈസ്, എന്നാലേ തുറക്കാൻ പറ്റത്തുള്ളൂ. എന്നാലേ നമുക്ക് ആ വൃത്തികെട്ട തള്ളയുടെ അടുത്തിട്ട് പോകാൻ പറ്റത്തുള്ളൂ ഗൈസ്. തള്ള. ഇനി ഇതിട്ട് തുറന്ന് നമ്മൾ ഗുണാക്കേവിലോട്ട് പോകണം ഗൈസ്. ഇത് തുറക്ക്. ഓക്കെ, വിൽക്രാങ്ക് എടുത്തിന് ചാട്. സ്റ്റക്കാവല്ലേ. അയ്യോ, ഇപ്പൊ അമ്മച്ചി വന്ന പണി പോലും. സ്റ്റക്കാവല്ലേ, വീടാ. അയ്യോ. ഇനി താഴത്ത് എന്താന്ന് നോക്കണം. ഇപ്പുറ സൈഡില് കോഗുയിലാണ് ഗൈസ്. അത് നമുക്കിനി പ്ലേ ഓഫ് സ്കീം വേണം, ഒരു കോഗുയിലും കൂടി വേണം, എന്നാലേ നമുക്ക് ഇതുകൊണ്ട് കാര്യമുള്ളൂ, അല്ലെ വലിയ കാര്യമൊന്നുമില്ല. എന്നാലും എടുത്തേക്കും ഗൈസ്. എന്നാലും പ്ലേ ഓഫ് കൂടി കിട്ടിയാലാ നമ്മൾ തിരിച്ചു വരണ്ടേ. കഴിയല്ല ഗൈസ്, എല്ലാത്തിനും മടിയാന്ന്, സമയം കളയാൻ കഴിയല. നമുക്കിത് അവിടെ കൊണ്ട് ഇട്ടേക്കാം ഗൈസ്. ഇത് ഇനി ഇത്തിരി ടെററാണ് ഗൈസ്, നിങ്ങൾക്കറിയാലോ, ഞാൻ പറഞ്ഞല്ലോ ആ ഉമ്മ വെക്കുന്നതള്ള ഇത് സീനാണിത്. ഇവിടെ ഡ്രോപ്പ് ചെയ്യും. നമുക്ക് പോയിട്ട് ആ വീൽ ക്രാങ്ക് എടുത്തിട്ട് വരാം ഗൈസ്.
എന്നിട്ട് നമുക്ക് അവിടെ കൊണ്ട് ഫിറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് മറ്റേ സ്ഥലം ഓപ്പൺ ആയി കിട്ടുമല്ലോ. അവിടെ എന്തെങ്കിലും കിട്ടുമായിരിക്കും. നമുക്ക് ഇവിടെ കൂടെ പോകും. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഉപകാരം ഉണ്ട് കാര്യം. നമ്മളിപ്പൊ കണ്ടോട്ടെ. ഇപ്പൊ നമ്മൾ ആ അമ്മച്ചി പേടിപ്പിക്കണ്ടേ. ഇപ്പൊ പേടിപ്പിക്കും. അപ്പൊ അങ്ങോട്ട് ഓടിയാണ്ട് നമുക്ക് ഒറ്റ ഓട്ടത്തിൽ അങ്ങ് എത്താം. പിന്നെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ വല്ലതും ഉണ്ടോ? ഇവിടെ വല്ലതും ഉണ്ടാവും. ഇവിടെ ഒന്നുമില്ല ഗൈസ്. പിന്നെ എന്തിനാണ് അതൊക്കെ വെച്ചേക്കുന്നത്? ശോ കൊണ്ടാരും. നമുക്കിത് ഇവിടെ വെക്കാം. നമ്മളിത് ഇത്ര കണ്ടതാ. അതിലും കുഴപ്പമൊന്നുമില്ല. എവിടെ ഇട്. നമുക്ക് ഈ വഴി പോയിട്ട് ഇനി അപ്പർ സൈഡും കൂടി ഒരു ബോക്സ് തുറക്കാണ്ട് ഗൈസ്. അതിലെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നമുക്ക് അതും കൂടി ഒന്ന് പോയി തുറന്നു നോക്കാം. ഇപ്പുറത്താണ് ഈ സൈഡിൽ. ഓക്കെ ഇത് തുറക്കട്ടെ. ഓക്കെ ഇല്ലെങ്കിൽ എന്തായാലും ഇതിലൊന്നുമില്ല. ഒന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത് ഇവിടെ വെച്ചേക്കണത്? വല്ല ആക്രിക്കടക്കാരും കൊടുത്തൂടെ പണ്ടാരം. ഇതിനകത്തിനാ പിന്നെ ഇവിടെ വെച്ചേക്കണത്. നമുക്ക് നമുക്ക് പയ്യെ ഈ സൈഡിലോട്ട് പോകാം. അമ്മച്ചില്ല. ഓക്കെ വേഗം കയറിക്കോ. ഓടിക്കോ ഓടിക്കോ ക്രൗച്ചി കയറിക്കോ. ഇനി ഇപ്പുറ സൈഡിലൊരു ബോക്സ് ഉണ്ട് ഗൈസ്. ഇവിടെയെങ്കിലും എന്തേലും. ഇവിടെ ഒന്നുമില്ല. ഇത് എന്തിനാണ് പിന്നെ ഇത് വെച്ചേക്കണത്? ഇപ്പുറത്തേലും കൂടെ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ ഈ ഗ്രാനിക്കാൻ എന്തേലും കൊടുക്കും. ഒന്നുമില്ല ഗൈസ്. രക്ഷപ്പെട്ട്. മെലൻ കിട്ടി നമുക്ക്. മെലൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ള കിട്ടിയാൽ മതിയായിരുന്നു. അമ്മച്ചി ഇവിടെ ഇല്ല. അടിക്കാൻ നമ്മളെ അമ്മച്ചി ഇവിടെ ഇല്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അമ്മച്ചീനെ നമ്മൾ ആദ്യം ആ ഓട്ടത്തിൽ കണ്ടല്ലാണ്ട് പിന്നെ കണ്ടില്ലല്ലേ ഗൈസ്. എന്താന്നറിയില്ല. അമ്മച്ചി നമ്മളെ പേടിച്ചു പോയിക്കാണോ. അമ്മച്ചി നമ്മളെ കണ്ടിട്ടെ പേടിച്ചു പോയിക്കാണോ. ഇനി നമ്മൾ ഗ്രാനത്തുള്ള വീട്ടിലേക്ക് പിന്നെയും പോവാണ് ഗൈസ്. ഇനി ഇവിടെ ഇല്ല. അടിക്കോ. ഓക്കെ ഓടിക്കോ. ഇനി നമുക്ക് ഇതുകൊണ്ട് കട്ട് ചെയ്യണം ഗൈസ്. നല്ല സാധനം കിട്ടിയാൽ കൊള്ളായിരുന്നു. ഇതൊക്കെ മറിച്ചിടാം. എന്നാലും ഇവിടെ വന്നോളല്ല. ഏതേത് അയക്കു മനസ്സിലായ. ഇനി ഇതൊന്നും ഇവിടെ ഡ്രോപ്പ് ചെയ്തൊക്കെ സൗണ്ട് കേട്ടെങ്ങാനും ഇനി പുറത്തേക്കെങ്ങാനും വന്നാലാ നമുക്ക് ഇവിടെ ഒന്നുകൂടി സൗണ്ട് ഉണ്ടാക്കാം. അപ്പൊ അപ്പുറത്ത് വന്നോളൂ. നമുക്ക് ഇത് പോയി കട്ട് ചെയ്ത് നോക്കാം ഗൈസ്. ഓടിച്ചൊല്ലട്ടെ. ഇനി ഇത് കട്ട് ചെയ്യണം. ഇത് കട്ട് ചെയ്യണ സൗണ്ട് കേട്ട് അവിടെ വരും കേട്ടോ. അത് വേറെ കാര്യം. അത് നമുക്ക് വിഷയമല്ല. എന്നാലും ഇവിടെ വന്നേരം അത് നമുക്ക് ഒന്നുകൂടി ഉപകാരമുണ്ട്. കട്ട് ചെയ്യുമ്പോ എന്തായാലും നല്ലത് പ്ലേയോസ്കി കുഴപ്പമില്ല. അത്യാവശ്യം നല്ലതാണ്. ഇതുകൊണ്ട് വലിയ ഉപകാരം ഉണ്ടാവുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്കിത് ഇങ്ങോട്ട് കൊണ്ടുവരാം ഗൈസ്. ആ മറ്റേ കോകിലും കൂടി കിട്ടിയായിരുന്നേ കൊള്ളായിരുന്നു. ഇത് ഇവിടെ കിടക്കട്ടെ ഗൈസ്. ഇനി നമുക്ക് പോയിട്ടെ ആ ഉമ്മ നോക്കണ തള്ളയെടുത്തുള്ള ആ മറ്റേ ഇതെടുത്തിട്ട് വരാം ഗൈസ്. ഏത് ആ ലിഫ്റ്റിൽ കയറി പോയിട്ട് വരാം ഗൈസ്. അതിന്റെ പൊക്കത്ത് 2 നമ്പർ. എല്ലാവരും ഒന്ന് ഓർത്ത് വെച്ചേക്കട്ടാ. 2 നമ്പർ. ഇനി നമുക്ക് അവിടം വരെ പോണം. ഇനി അമ്മച്ചിനെ പേടിക്കണമല്ലോ. അമ്മച്ചി എങ്ങനെ വന്നാ പണി വാളും പെട്ടെന്ന്. അമ്മച്ചിയല്ല ആ തള്ള. മനസ്സിലായില്ലേ എനിക്ക്? ഏഞ്ചലീന. അവര് വന്നാ പണി വാളും. ഇനി അങ്ങാട്ട് ഓടിച്ചല്ല. ഓടറാ. അമ്മച്ചി ഇപ്പൊ ഇപ്പുറത്താണേ കൊള്ളായിരുന്നു. അല്ലേ പണി കിട്ടും നമുക്ക്. അത് ഉറപ്പാണ്. ഇവിടെ ഇല്ല എന്ന്. അയ്യോ ഉമ്മോക്കമ്മന്നെ. അയ്യോ പണ്ടാരം. ഞാൻ ഓർത്ത് നമ്മളിപ്പോ ബ്ലോക്ക് അടിക്കുമെന്ന് ഗൈസ്. പണ്ടാരം ഞാൻ കിടുങ്ങിപ്പോയി. ഇനി ആ തള്ള പോണവരെ ഞാൻ വെയിറ്റ് ചെയ്യും ഗൈസ്. ഞാൻ ആ തള്ള പോയിട്ട് ഇനി പോണില്ല. പോയെന്തോന്നു. ഓക്കെ ഓടിക്കോടാ. ഇനി പേടിക്കണ്ട. തള്ള ഇവിടെ വല്ലയിടത്തും എന്താ ജീവന്നി. പണ്ടാരം എന്ത് തള്ളയാണിത്? പറഞ്ഞപ്പോ തന്നെ ഇനി കണ്ടില്ലേ? ഇതിനകത്ത് കയറി പിടിക്കില്ലെന്ന് തോന്നാല്ലേ. ഞാൻ അവിടുത്തെ ഇതിന്റെ അകത്തൊക്കെ വെച്ച് പിടിക്കുന്നു. അതാ ഞാൻ കുഞ്ഞത്. 2 നമ്പർ. ഓക്കെ 2ന്റെ അകത്ത് നല്ലത് വല്ലോ വിൻചാൻഡില്. ഓക്കെ വിൻചാൻഡിലകത്ത് വല്ല നല്ലതും കിട്ടിയായിരുന്നു കൊള്ളാമായിരുന്നു. നല്ലത് കിട്ടിയ കളി ജയിക്കും. അല്ലെങ്കിൽ കളി തോക്കും. ഉറപ്പാണത്. അതാണ് നമ്മുടെ അവസാന പ്രതീക്ഷ. എന്തെങ്കിലും വല്ല നല്ല സാധനം കിട്ടണം. അമ്മച്ചി ഇവിടെ ഇല്ല. നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഈ വഴി പോയിട്ടെ ഒരു ട്രിക്ക് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഈ വഴി പോയി ഓടിച്ചെന്ന് ഇവിടെ വന്ന് പയ്യെ അമ്മച്ചി ഉണ്ടാകുന്ന പയ്യെ ഒന്ന് നോക്കാം കഴിച്ചു. ഇവിടെ ഇല്ല. ഇപ്പുറത്ത് ഓടി നമുക്ക് ഇവിടെ വന്നിരിക്കണം കഴിച്ചു. ഇവിടെ ഈ തുഴവിടെ ഈ കുഞ്ഞിരിക്കുന്ന സ്ഥലത്തിന്റെ അവിടെ വന്ന് നിൽക്കുമ്പോൾ അമ്മച്ചി ഇപ്പൊ ഇവിടെ വരും ഗൈസ്. വരുമ്പോ നമ്മളെ കാണുമല്ലോ. അതേ വന്ന് കണ്ട്. ഇനി നമ്മൾ ഈ വഴി കറങ്ങി വരും ഗൈസ്. കറങ്ങി നമ്മുടെ തൊട്ടടുത്തെത്തട്ടെ ഗൈസ്. വരട്ടെ. വേഗം അടുത്തെത്തുമ്പോൾ നമ്മൾ ഓടും. ഇതുപോലെ ഓടിക്കോളാ. ഇതുപോലെ ഓടി നമ്മൾ അങ്ങോട്ട് കയറും. മനസ്സിലായോ? അപ്പൊ അമ്മച്ചിക്ക് നമ്മളെ പിടിക്കാൻ പറ്റില്ലല്ലോ. ഏതേത് ഐക്ക്. നമ്മളിപ്പോ ഐക്ക് പരിപാടികൾ മാത്രമേ ഉള്ളല്ലോ ഗൈസ്. നമുക്കിനി ഇതും കൊണ്ട് ചാടി നേരെ അങ്ങനെ എല്ലാം. അമ്മച്ചി അയ്യോ ക്ഷമിക്കണം അമ്മച്ചി. ഞാനിപ്പൊ ചെന്ന് ചാടിയേനെ അമ്മച്ചിന്റെ അടുത്തോട്ട്. അയ്യോ കൊണ്ടാടി. ഇപ്പൊ ഞാൻ ചത്തേനെ. അമ്മച്ചിയെ വരാൻ കണ്ട നേരം. എന്താ ഇപ്പൊ ആ ഒലക്ക പോയിക്കണ ബേസ്ബോൾ മാറ്റി വെച്ച് തലക്ക് ഇട്ട് 2 കിട്ടിയാനായി. നമ്മളവിടെ കിടന്നേന്. ഒരെണ്ണം കിട്ടണ്ടായിരുന്നു. എന്തോ ലക്കിന്റെ രക്ഷപ്പെട്ട്. ഇപ്പൊ അമ്മച്ചി പോയിട്ടുണ്ടാവും. ഓടിക്കോ. എനിക്ക് ഈ വഴി വിടാം. നമുക്ക് ഇടുമ്പോ അമ്മച്ചി ചിലപ്പോ ആ വഴിയാണെങ്കിൽ നമുക്ക് കറങ്ങി പോലെ. അമ്മച്ചി ഇതിൽ മറ്റേ വഴി വരത്തുള്ളൂ. ഈ വഴി വരാൻ ചാൻസ് കുറവാണ്. സ്റ്റെപ്പിന്റെ അപ്പുറം വഴി. ഇല്ല ഇവിടെ ഇല്ല. കയറിപ്പോയുള്ള നമുക്കൊരു സൗണ്ട് ഉണ്ടാക്കും കഴിയും. അതാകുമ്പോ അമ്മച്ചി ഇവിടെ വന്നോളല്ലോ. നമുക്ക് സുഖമായിട്ട് ഇവിടെ തുറക്കാം. ഏതായാലും നല്ല സാധനം കിട്ടിയാൽ കുഴപ്പമില്ല.
ഏതായാലും നല്ല സാധനം മതി. എന്താവും അങ്ങനെയൊന്നുമില്ല. ഗോകുവില് കിട്ടിയാലും ഇതിന്റെ അകത്ത് നമുക്കിപ്പോ ഒരു ഗോകുവിൽ ഒരു പ്ലേ സ്കീം കിട്ടില്ല. പ്ലേ സ്കീം കിട്ടി. ഒരു ഗോകുവിലും കിട്ടി. ഒരു ഗോകുവില് കിട്ടിയാലും കുഴപ്പമില്ല. ഇത് നല്ല സാധനം. ഗോകുവില് കുഴപ്പമില്ല. അതിന്റെ അകത്ത് വല്ല ആവശ്യമുള്ളതെല്ലാം കിട്ടിയാലേ ഇനി വല്ല നല്ല സാധനം കിട്ടിയാൽ ലക്കുണ്ട്. വേഗം വേഗം ചിറ്റി വാടാ. അത് ഹാമർ അല്ലേ ഗൈസ്? ഹാമർ കൊണ്ട് കുറെ കളിയുണ്ട് ഗൈസ്. നിങ്ങൾക്കറിയാലോ ഹാമർ കൊണ്ട് താഴ്ത്ത് പൊട്ടിക്കാം, പൊക്കത്ത് പൊട്ടിക്കാം, ഡോറിൽ ഇത് തുറക്കാം, കുറെ കളിയുണ്ട്. നമുക്കിവിടെ സൗണ്ട് ഉണ്ടാക്കാം. അപ്പൊ അമ്മച്ചി പുറത്ത് വന്നോളല്ലോ. നമുക്കിനി താഴത്ത് ആദ്യം തന്നെ നമുക്ക് ആ താഴത്തുള്ള മറ്റേ ഇതിന്റെ ബോക്സിംഗ് കിറ്റ് ഇല്ലേ, മറ്റേ ആ ഇറച്ചി കഷ്ണം, വലിയ ഇറച്ചി പോത്തിന്റെ കാലി, അവിടെ ഒരു പൊളിക്കാനുള്ള സ്ഥലം. അവിടെ പോയിട്ട് പൊളിച്ചു നോക്കാം. അവിടെ വല്ല ആവശ്യമുള്ള കിട്ടിയാലോ നമുക്ക് അവിടെ പോയി ആദ്യം പൊളിച്ചു നോക്കാം. നമുക്ക് ഇവിടെ ആയിട്ട് വരും. ഇപ്പുറത്ത് ഈ ഇറച്ചി കഷ്ണം എവിടെ ഇതന്നെ. അയ്യോ ഈ ഇറച്ചി കഷ്ണത്തിന്റെ കാര്യം പറഞ്ഞ എടാ ബ്ലോക്കില്ലടാ. ഏടാ നിന്നെ വെറുതെ പറഞ്ഞ. അതിന് പൊളിഞ്ഞെന്ന് തോന്നുന്നു. വെറുതെ ഒന്ന് പറഞ്ഞതാ. ഇത് പൊട്ടിക്ക് പ്ലാങ്കെല്ലാം പൊട്ടിക്കൊക്കെ. എടാ തടയല്ലേ. ഞാൻ ഓർത്ത് തന്നെ പ്ലാങ്ക് തടഞ്ഞെന്ന്. ഇതിന്റെ അകത്ത് ബേർഡ് സീഡ്. ബീഡിന്റെ അകത്ത് എന്തായിരുന്നു കൈസ്? ഞാൻ മറന്നുപോയല്ല. അന്നലെ നമുക്ക് തുറന്നു നോക്കാം കൈസ്. ചിലപ്പോ പ്ലാങ്ക് അവിടെ വീണ സൗണ്ട് കേട്ട് അമ്മച്ചി വരാൻ ചാൻസ് ഉണ്ട് കൈസ്. അതാണ് എനിക്കൊരു പേടി. നമ്മൾ ഇറങ്ങുമ്പോഴായിരിക്കും അമ്മച്ചി വന്നത്. അതാണ് എനിക്കൊരു പേടി. അമ്മച്ചി വനയുടെ വേഗം വന്നിട്ട് പോക്കോ. ഇതെവിടെ ഈ അമ്മച്ചി? വെറുതെ ലാഗടിപ്പിക്കല്ലേ അമ്മച്ചി. അമ്മച്ചി ദേവനയ്യോ അമ്മച്ചിയേ. അമ്മച്ചി കണ്ടില്ലെന്ന് തോന്നുന്നു. അയ്യോ എന്റെ അമ്മച്ചിയേ. അമ്മച്ചി നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. ബേസ്ബോൾ ബാറ്റൊക്കെ അകത്തേക്ക് തന്നെ കൈസ്. അമ്മച്ചി വേഗം പൊക്കോ. പറഞ്ഞപ്പോ തന്നെ കേട്ടാ. പോയല്ലേ കൈസ് അങ്ങോട്ട്? പോയി ഗൈസ്. എന്തൊരു അനുസരണയുള്ള അമ്മച്ചി. പാവ അമ്മച്ചി. ഈ അമ്മച്ചിനാണോ ഞാൻ ഇങ്ങനെയൊക്കെ പറയണത്? പാവ അമ്മച്ചി പോയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇറങ്ങി അങ്ങോട്ട് താഴത്തോട്ട് പോവാം ഗൈസ്. അല്ല നമ്മൾ ഇത് തുറന്നില്ലല്ലോ. ഞാൻ എന്തൊക്കെ പറയണത്? നമുക്ക് ഇത് തുറക്കാം. റിമോട്ട് കൺട്രോൾ ആണല്ലേ ഇതിന്റെ അകത്ത്. ഞാൻ മറന്നു. ഇപ്പൊ ആ ബേർഡ്സ് ഡ്രോപ്പ് ചെയ്ത സൗണ്ട് കേട്ട് അമ്മച്ചി ഇങ്ങോട്ട് വരും ഗൈസ്. ഇതിന്റെ അടിയിലോട്ട് കയറാം. ഇനി ഇവിടെ നിക്കാം ഗൈസ്. ഇവിടെ നിക്കാം. അതാകുമ്പോ ഇതിന്റെ അടിയിലോട്ട് എന്തായാലും അമ്മച്ചി വരില്ല. അത് ഉറപ്പാണ്. നമുക്ക് ഇവിടം വഴി കേറാൻ പറ്റുമോ ഗൈസ്? കേറാൻ പറ്റുമോ? ഇല്ലല്ലേ, കേറാൻ പറ്റില്ല. മച്ചി എവിടെയാണ് അമ്മച്ചി? ഇങ്ങോട്ട് വരുവാ? അമ്മച്ചി ഇങ്ങോട്ടാണ് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. നമുക്ക് ഇത് ഇവിടെ ഡ്രോപ്പ് ചെയ്തിടാൻ പറ്റുമോ? ഇങ്ങനെ അമ്മച്ചി പുറത്തു വരില്ലേ? അമ്മച്ചി ഇല്ല ഗൈസ്, പറ്റില്ല. ഇനി നമ്മൾ അമ്മച്ചി പോണവരെ വെയിറ്റ് ചെയ്യണം ഗൈസ്. അമ്മച്ചി പോയിട്ടുണ്ടെന്ന് തോന്നണം ഗൈസ്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അമ്മച്ചി പോയി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അമ്മച്ചി ഇപ്പോഴൊന്നും കയറി വന്നേക്കാ സർപ്രൈസ് എന്ന് പറഞ്ഞ് അമ്മച്ചി കയറിപ്പോയി ഗൈസ്. പൊക്കത്തോട്ട് കയറിപ്പോയി. ഇറച്ചി കഷ്ണമൊക്കെ ഇടിച്ചു മറിച്ചിട്ടാണ് അമ്മച്ചി പോയേക്കാണ്. നമുക്ക് പോയിട്ടാ ഗൈസ് അമ്മച്ചിനൊന്ന് ട്രാപ്പാക്കാം ഗൈസ്. അല്ലെ ശരിയാവേല. അല്ലെ അമ്മച്ചി നമ്മക്കിട്ട് ഇങ്ങനെ പെരിച്ചോണ്ടേ ഇരിക്കും. നമുക്ക് ആദ്യമേ അമ്മച്ചിനൊന്ന് ട്രാപ്പാക്കാം ഗൈസ്. ആദ്യം നമ്മള് ബേസ്മെന്റിലോട്ട് പോയിട്ട് ഇത് തുറക്കണം. ഓക്കെ, സ്ഥിരം പരിപാടി തന്നെ അമ്മച്ചിനെ ട്രാപ്പ്. നമ്മൾ ഈ ഒറ്റ കളിയിൽ തന്നെ അമ്മച്ചിനെ എത്ര പ്രാവശ്യം ട്രാപ്പാക്കിയല്ലേ. എന്തിനാണ് നമുക്ക് വെപ്പൺ കീ ഒന്നും കിട്ടിയില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഈ ഷോട്ട് ഗൺ പാർട്ട് ഫുള്ള് കിട്ടിയില്ലെന്ന് തോന്നില്ല. ഒരു പാർട്ട് കൂടി കിട്ടാനുണ്ട്. അതെവിടെയാണ് എന്തോ. അമ്മച്ചി വേഗം വാ അമ്മച്ചി. അമ്മച്ചി പറഞ്ഞപ്പോ തന്നെ എന്താ അനുസരണ. ഈ അമ്മച്ചി നമ്മള് പറയുമ്പോ തന്നെ കേൾക്കണ്ടല്ലോ. നമ്മൾ പറയണ അമ്മച്ചി കേൾക്കണുണ്ടോ? ആയിക്കോ. അമ്മച്ചി ഇനി കുറച്ചേരം കുട്ടി കിടന്നോ. നോക്കി പേടിപ്പിക്കണ ആളെ. ഞാനത് പോയി തുറക്കട്ടെ ഗൈസ്. എന്തെങ്കിലും ഉപകാരം ഉള്ളത് കിട്ടിയാൽ മതിയായിരുന്നു ഗൈസ്. അല്ലേ നമുക്ക് പണി കിട്ടും. ഉപകാരമുള്ള എന്തെങ്കിലും. കട്ടിംഗ് പ്ലെയറാ അല്ല ചെയിൻ. നമുക്ക് ഗ്രാനിനെ ഒന്നുകൂടി ട്രാപ്പാക്കാം ഗൈസ്. അല്ല ശരിയാവില്ല. അല്ലേ നമുക്ക് ഇവിടെ ഒന്നും തപ്പാൻ പറ്റില്ല. ഗ്രാനി ഒന്നുകൂടി വരട്ടെ. ഗ്രാനി വന്നിട്ടുണ്ട്. ഗ്രാനിനെ ഒന്നും കൊണ്ട് ട്രാപ്പാക്കാം അല്ലേ. നമുക്ക് ഇവിടെ ഒന്നും മര്യാദക്കൊന്നും തപ്പാൻ പറ്റില്ല ഗൈസ്. പേടിച്ച് തപ്പാൻ പറ്റത്തുള്ളൂ. പേടിയൊന്നുമില്ല, എന്നാലും നമുക്കിനി പൊക്കത്ത് പൊളിക്കാനല്ലേ ഗൈസ്. ഡോറിന്റെ അവിടെയും പൊളിക്കാനുണ്ട്. പിന്നെ ഏറ്റവും പൊക്കത്തില്ല അവിടെയും പൊളിക്കാനുണ്ട്. നമുക്ക് ആദ്യം ഡോറിന്റെ അവിടെ പൊളിക്കാം. ഇനി നമുക്ക് പൊക്കത്തോട്ട് പോവാം ഗൈസ്. പൊക്കത്ത് പൊളിക്കാനുള്ളത് പൊളിച്ചു വെച്ചേക്കാം. അതിന്റെ അകത്ത് വല്ലതും കിട്ടിയാലോ. നമുക്ക് ആവശ്യമുള്ള എന്നാനേ ഇതിന്റെ അകത്ത് പൊളിച്ചു നോക്കാം ഗൈസ്. എന്തായാലും എങ്ങനെ പോലെ എന്തേലൊക്കെ കിട്ടുമല്ലോ. ആവശ്യമുള്ളതായാലും ഇല്ലാത്തതായാലും. ഇതിന്റെ അകത്ത് ഒന്നുമില്ല ഗൈസ്. ഇതിന്റെ അകത്ത് വല്ലതും ഉണ്ടാ? കോകുവില് കിട്ടി ഗൈസ്. നമുക്ക് അവസാനം കോകുവിലും കിട്ടി ഗൈസ്.
നമുക്കൊരു കാര്യം ചെയ്ത് താഴത്തേക്ക് ഇട്ടേക്കാം ഗൈസ്. എന്നിട്ട് പ്ലാങ്ക് എടുത്ത് ഇവിടെ വെച്ചേക്കാം നമുക്ക്. പ്ലാങ്ക് എടുക്ക്. ഓക്കെ ഇത് കോകുല് താഴത്തോട്ട് പോയില്ലേ? ഇവിടെ കിടക്കട്ടെ. ഓക്കെ ഇനി കോകുല് ഒന്നുകൂടെ നമുക്ക് എടുത്ത് താഴത്തോട്ട് ഇടാം. പോയി. ഇനി പ്ലാങ്ക് എടുത്ത് ഇവിടെ വെക്ക്. ഡ്രോപ്പ് അല്ല പ്ലേസ്. ഓക്കെ പ്ലേസ് ചെയ്യാൻ കഴിച്ചു. ഇനി നമുക്ക് താഴത്തെ കട്ടിംഗ് പ്ലെയർ എടുത്തിട്ട് വരാൻ കഴിയും. കട്ടിംഗ് പ്ലെയർ നമ്മൾ മറ്റേ ഇതിന്റെ അവിടെ ഇട്ടേക്കണം, നമ്മുടെ മെയിൻ സ്പോട്ടിന്റെ അവിടെ. ഓക്കെ ഇനി അതുപോലെ എടുത്തിട്ട് വരാൻ കഴിച്ചു നമുക്ക്. ഇത് ഓക്കെ നേരെ പോയി. കട്ടിംഗ് പ്ലെയർ ചെയിൻ കട്ടർ ഉണ്ട്, നമുക്ക് കട്ടിംഗ് പ്ലെയർ എടുക്കാൻ കഴിച്ചു. അതുകൊണ്ട് ഉപകാരം പറ്റും, ആവശ്യം നടക്കും. ഞാനിപ്പോ എണീക്കാൻ സാധ്യത ഉണ്ടാ കഴിച്ചു. സാധ്യത ഇല്ലെന്നാണ് എനിക്ക് തോന്നണത്. എനിക്ക് ഇപ്പൊ എണീറ്റിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നണത്. ഇവിടെ ഒന്നുമില്ല. ഗ്രാനി വന്നിട്ടുണ്ടാവില്ലെന്ന് തോന്നുന്നു. അയ്യോ ഞാൻ കിടുങ്ങിപ്പോയി ഇതിനെ കണ്ടപ്പോ. എന്തായാലും ഗ്രാനി എണീറ്റ്. നമുക്ക് ഇനി ഗ്രാനി ഒന്ന് ട്രാപ്പാക്കിട്ട് പോകാൻ കഴിയും. അല്ലെ നമുക്ക് അതിലേക്കൊന്നും ചെയ്യാൻ പറ്റില്ല പറഞ്ഞ പോലെ തന്നെ. അയ്യോ ഞാൻ നേരെ പേടിച്ച് ഇതായിപ്പോയി. പെട്ടെന്ന് മുമ്പിൽ വന്നപ്പോഴേ തള്ള ഇനി വേഗം വന്നകത്ത് കയറിക്കോ. നമുക്ക് ഇതിന്റെ പുറകെ പോയി നിൽക്കാൻ കഴിയും. അപ്പൊ തള്ള എന്തായാലും വരുമല്ലോ. നമ്മൾ ഈ വീഡിയോ തന്നെ എത്ര നമ്മൾ അയ്യോ തള്ള അടുത്തുണ്ടായിരുന്നു, തൊട്ടടുത്തുണ്ടായിരുന്നു. അമ്മേ ഭണ്ഡാരം. എടാ അയ്യോ ആണച്ചി കുറച്ചു നേരം കിടന്നോ, ഞാൻ പോയി എന്റെ ബാക്കി പരിപാടികൾ ചെയ്തിട്ട്. അല്ല നമുക്ക് കോഗുയിൽ കൊണ്ടിടാം ഗൈസ്. കോഗുയില് അവിടെ കൊണ്ട് ഇട്ടേക്കാം. എന്നിട്ട് നമുക്ക് പ്ലേയേഴ്സ് 2 കോഗുല് കിട്ടിയാലല്ലോ, നമുക്ക് അതുകൊണ്ട് ഇട്ടിട്ട്. അല്ല ഞാൻ ഇതിന് പൊക്കത്തോട്ട് പോണത്, എനിക്ക് അടിയിൽ തന്നെ ആ വഴി പോകാൻ പറ്റുമല്ല, അല്ല നല്ലത്. പൊക്കത്തോടെ പോണേക്കാൾ നല്ല അടിച്ചു പോണ. നമുക്ക് പോയിട്ട് ആ റെഡ് കോഗുൽ എടുത്തിട്ട് വരാം ഗൈസ്. ഇനി അതും കൂടി എടുത്തിട്ട് നമുക്കിനി പോയി പ്ലേയേഴ്സ് എടുക്കണം. ഇത് ഇനി ഉണ്ടെന്ന് ഇവിടെ കിടക്കട്ടെ. അല്ല പ്ലേയേഴ്സ് ഞാൻ എവിടെയായിരുന്നു ഇട്ടത്? ഇവിടെ ആയിരുന്നല്ലേ ഗൈസ് ഇട്ടത്. ഭണ്ഡാരം ഞാൻ മറന്നുപോയി പെട്ടെന്ന്. നമുക്ക് ഇതുകൊണ്ട് അവിടെ ഇട്ടേക്കാം ഗൈസ്. എന്നിട്ട് ബാക്കിയെല്ലാം ഇവിടെ കൊണ്ടുവന്നിടാം. അല്ലെ നമ്മൾ വെറുതെ കിടന്ന് കുറെ ഓടേണ്ടി വരും ഗൈസ്. അങ്ങനെ എല്ലാ കോഗുലും പ്ലേയേഴ്സ് എല്ലാം കൂടെ അവിടെ കൊണ്ടുവന്നിടാം ഗൈസ്. അല്ലേ നമ്മൾ കുറെ അങ്ങോട്ടും ഇതുപോലെ കിടന്ന് ഓടേണ്ടി വരും. അടുത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാം ചെയ്യാലോ. അമ്മച്ചി ഇപ്പൊ എവിടെയാണോ എന്തോ. സ്പൂണായി കാണുമായിരിക്കും അല്ലേ? സ്പൂണായി കാണണം. നമുക്ക് ഇത് വെച്ചിവിടെ സൗണ്ട് ഉണ്ടാക്കിട്ടോ. സ്പൂണായിട്ടുണ്ടെങ്കിൽ പൊക്കത്ത് വരണ്ടല്ലോ. സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അമ്മച്ചി ഇവിടെ വന്നോളും. സ്പൂണായിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലേയേഴ്സ് വെച്ചത് തുറന്നിട്ട് രണ്ടും കൂടെ ഇട്ടേക്കാം. ഇതും പ്ലേയേഴ്സ് വെച്ചത് തുറക്കാം. പിടിച്ചില്ലേ? അമ്മച്ചി ഇവിടെ ഇല്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നേ. ഞാൻ സൗണ്ട് ഉണ്ടാക്കിയായിരുന്നല്ലോ. എടാ പോലെ അതെ. മണി അടിക്കാണ്ട് പോയി ഇപ്പുറ സൈഡിൽ കൂടെ നമുക്ക് പോകാം കാര്യം. അല്ല ഈ മണി എടുത്തിന് പുറത്തേക്കൊക്കെ എന്നത്തിന് വെറുതെ വരുന്നത്. എന്തായാലും ആ ലോക്ക് താഴ്ത്തുന്ന സൗണ്ട് കേട്ടാൽ അമ്മച്ചി പുറത്തേക്ക് വരും ചിലപ്പോ. വരുമായിരിക്കും. നമുക്ക് ഒന്നൂടി പോയിട്ട് തള്ളേനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ കഴിയും. അങ്ങോട്ട് കണ്ട് ഡിസ്ട്രാക്ട് ചെയ്തോണ്ടിരിക്കാൻ തള്ളേനെ. നമുക്ക് എന്തായാലും ഒന്നൂടി പുറത്ത് പോയി ഡിസ്ട്രാക്ട് ചെയ്തേക്കാം ഗൈസ്. വേഗം പോയി ഡിസ്ട്രാക്ട് ചെയ്തേക്കാം. ഇതിവിടെ കിടക്കട്ടെ. ഇതിവിടെ ഡ്രോപ്പ്. ഓക്കെ ഇനി ഇതെടുത്ത് നമുക്ക് പോയി ഇത് അവിടെ കൊണ്ട് ഇട്ടിട്ട് ഇതും അവിടെ കൊണ്ടിടാം. എന്നിട്ട് നമുക്ക് അതിലിട്ട വല്ല നല്ല സാധനം കിട്ടാൻ കൊള്ളായിരുന്നു ഗൈസ്. നമുക്ക് എന്തൊക്കെ കിട്ടാനുള്ള എല്ലാം മറന്നുപോയി. അമ്മച്ചി ഇവിടെ ഇല്ലല്ലോ. അമ്മച്ചി ഉണ്ടാവില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്കടാ പോവാം. അമ്മച്ചി ഇവിടെ ഇല്ല. പോകാം. ഇത് നമുക്ക് ഇവിടെ ഇട്ടേക്കാം ഗൈസ്. എന്നിട്ട് അടുത്തേം കൂടി പോയി എടുത്തിട്ട് വരാം. അതിൽ രണ്ടാമത്തെ കറങ്ങണ്ടല്ലോ നമുക്ക്. വേഗം പോയി എടുത്തിട്ട് വരാം. വല്ല നല്ല സാധനം കിട്ടാൻ മതിയായിരുന്നു അല്ലെ. ഇതിനാണ് അങ്ങനത്തെ ഗ്ലിച്ചായിരുന്നു ഗൈസ്. ഗ്ലിച്ചായി എങ്ങാനും പോയി കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കളിച്ചത് വെറുതെ ആയി പോകും ഗൈസ്. അതാണ് ഒരു ശോകം. എന്തായാലും തുറന്നിട്ട് നോക്കാം ഗൈസ്. വല്ല നല്ല സാധനം കിട്ടുമെന്നായിരിക്കും എനിക്ക് തോന്നുന്നത് ഗൈസ്. നല്ല സാധനം കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇനി എന്തൊക്കെയെങ്കിലും ചെയ്യാനുള്ള ഞാൻ മറന്നുപോയി ഗൈസ്. കൊടുക്കത്തെ മറവിയാ, നിങ്ങൾക്കും അറിയാലോ എന്താ കിട്ടണം. വെപ്പൺ കിട്ടി. ഈ തള്ളയുടെ പൂട നമ്മൾ പറിക്കും ഗൈസ്. തള്ളയുടെ തലയിലുള്ള ആ കുറച്ച് വെള്ളപ്പൂട ഇല്ല, നമ്മൾ പറിക്കും ഗൈസ്. അത് ഉറപ്പാണ്. നമുക്ക് തള്ളേനങ്ങ് തീർത്ത് വിട്ടേക്കാം. തള്ളേ വാ വേഗം വാ. തള്ളേനങ്ങ് തീർത്ത് വിടാൻ പോണേ ഗൈസ്. വെപ്പൺ കിട്ടി, നമുക്ക് പേടിക്കണ്ട. ആ വെപ്പൺ കിട്ടിക്കഴിഞ്ഞാൽ അമ്മച്ചീനെ നമ്മൾ അറക്കും ഗൈസ്. അമ്മച്ചിയുടെ ആ നരച്ച മുടിയൊക്കെ അങ്ങനെ കീറും. അമ്മച്ചിയുടെ ഇതിൽ ഞാൻ ഒരു ഓട്ട ഇട്ട് കൊടുക്കും ഗൈസ്. നമുക്ക് ഇവിടെ ചെറിയ സൗണ്ട് ഉണ്ടാക്കാം. അപ്പൊ അമ്മച്ചി ഇപ്പുറത്ത് വരും ഗൈസ്. അപ്പൊ നമുക്ക് പോയി നേരിട്ട് വെപ്പൺ എടുക്കാം. അപ്പൊ അമ്മച്ചി എന്തായാലും അപ്പുറത്ത് വരില്ലല്ലോ, ഇവിടെ വരത്തുള്ളല്ലോ. നമുക്ക് വേഗം പോയി വെപ്പൺ എടുക്കാൻ മതി. വെപ്പൺ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും പേടിക്കാനല്ല ഗൈസ്. നിങ്ങൾക്ക് അറിയാലോ അതിൻ്റെ അകത്ത് നമുക്കൊരു ക്രോസ് ബോയും കിട്ടും, പിന്നെ ഒരു ഡേർട്ടും കിട്ടും ഗൈസ്. അത് വെച്ച് നമുക്ക് അമ്മച്ചിനെ അൺലിമിറ്റഡ് ആയിട്ട് ഉറക്കാം ഗൈസ്. അൺലിമിറ്റഡ് എന്ന് വെച്ചാൽ അങ്ങനെയല്ല. അമ്മച്ചി 1 മിനിറ്റ് കഴിയുമ്പോ പിന്നെ സ്പോണായി വരും. നമുക്ക് പിന്നെ അടിച്ചാൽ ഗൈസ്. ഉണ്ട തീരില്ല, അത്രേ ഉള്ളു. അപ്പൊ നമുക്കിനി അമ്മച്ചിനെ ഒന്ന് അടിച്ചിടാം ഗൈസ്. അമ്മച്ചി ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ടാവണം. ഇവിടെ ഇല്ലേ അമ്മച്ചിയെ? അമ്മച്ചി നമുക്ക് ഇവിടെ സൗണ്ട് ഉണ്ടാക്കി വിളിക്കാം ഗൈസ് അമ്മച്ചിനെ.
അമ്മച്ചിനെ അടിച്ചിട്ട് നമുക്ക് ആ സ്ക്രൂ ഡ്രൈവർ പോയി എടുക്കണം ഗൈസ്. ഇനി നമുക്ക് 2 സ്ഥലം കൂടി നോക്കാനുണ്ട് എന്ന് തോന്നുന്നു. എനിക്കിനി ഈ സ്ക്രൂ ഡ്രൈവർ ഇട്ടും തുറക്കണം, പിന്നെ സിവറിൽ സ്ക്രൂ ഡ്രൈവർ ഇട്ടും തുറക്കണം ഗൈസ്. അവിടെ അല്ലാണ്ട് വേറെ സ്ഥലമൊന്നും എനിക്ക് ഓർമ്മ തന്നെയില്ല ഗൈസ്. എനിക്കിപ്പോ അവിടെ 2 സ്ഥലം മാത്രമേ ഓർമ്മ. ട്രാപ്പാ ഇതെപ്പോ ഇട്ട്? ഞാൻ കണ്ടില്ലല്ലോ അമ്മച്ചി ഇട്ടത്. ഞാൻ കണ്ട അമ്മച്ചി സ്റ്റെപ്പ് ഇറങ്ങി ഒറ്റയടിക്ക് ഇറങ്ങി. ട്രാപ്പ് ഇട്ടാണ് ഞാൻ കണ്ടില്ല. നമുക്ക് സ്ക്രൂ ഡ്രൈവർ എടുക്കാൻ കഴിയും. കറക്റ്റായിട്ട് കൊള്ളാനാടാ. കൊണ്ട് ഇനി നമുക്ക് ഈ ഇത് കൊണ്ടേ, അതായത് ഈ വെപ്പൺ കൊണ്ട് നമുക്ക് അവിടെ ഇട്ടേക്കാൻ കഴിയും. അതാകുമ്പോൾ നമുക്ക് ഓടിച്ചെന്ന് പെട്ടെന്ന് എടുക്കാൻ പറ്റുമല്ലോ. അപ്പുറം പടിയായാലും എപ്പോഴായാലും എടുക്കാൻ പറ്റില്ല കഴിയും. എന്നിട്ട് നമുക്ക് സ്ക്രൂ ഡ്രൈവർ വന്നിട്ടിടാം. അമ്മച്ചി മാഞ്ഞു പോയി. ഇതൊന്ന് ഇത്ര പെട്ടെന്നൊക്കെ മാഞ്ഞു പോണത് അമ്മച്ചി? ഇതിപ്പോ ഈ അയച്ചേനെ അവിടെ കിടക്കുന്നേ, കുറെ ഓടിയതല്ലേ, കുറച്ചേരം ക്ഷീണമായിരിക്കൂലേ, കുറച്ചേരം കിടക്കാൻ പാടില്ലേ, എന്തിനാ വെറുതെ എണീറ്റൊക്കെ മാഞ്ഞൊക്കെ പോണത്? നമുക്ക് സ്ക്രൂ ഡ്രൈവർ തുറക്കണം കഴിച്ചല്ലോ. നല്ല സാധനം കിട്ടി. ഇതിലും കൂടി നല്ല സാധനം കിട്ടില്ല എനിക്ക് വേറെ എവിടെ അങ്ങനെ അറിയില്ല ഗൈസ്. എനിക്ക് എവിടെ ഇനി നോക്കണ്ടെന്ന് എനിക്ക് അധികം അറിയില്ല. അതും കൂടി 2 സാധനം. നമുക്ക് ഇനി മാസ്റ്റർ കീയും പാഡ്ലോക്കിയും കൂടി മാത്രം മതി. റെസ്റ്റി പാഡ്ലോക്കിയാ? ഇതാർക്കാണിത് ഗൈസ്? നമ്മളിനി ഒരു സ്ഥലം കൂടി നോക്കാനുണ്ട്. ഒന്നല്ല 2 സ്ഥലം കൂടി നോക്കാനുണ്ട്. ആ സ്ഥലം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ആദ്യം അമ്മച്ചീനെ ഒന്ന് ഉറക്കാൻ കഴിയും. പൊക്കത്ത് നമ്മൾ മറ്റേ ഈ ചെയിൻ കട്ടറല്ല, ആ കട്ടിങ് ഇതൊക്കെ വെച്ച് കട്ട് ചെയ്തെടുക്കാനല്ലേ, അവിടെയും കൂടിയാ നമുക്കിനി നോക്കാനുള്ളത് ഗൈസ്. അവിടെയും കൂടി ഇനി നോക്കണം. അവിടെ എന്തായിരുന്നു? അവിടെ എന്ത് സാധനം ആയിരുന്നു? അവിടെ ഞാൻ മര്യാദക്ക് നോക്കിയില്ലായിരുന്നല്ലോ അവിടെ എന്ത് സാധനം ആയിരുന്നു. അവിടെയും കൂടി എനിക്ക് ആകെ ഇനി എനിക്ക് ഇതുള്ളു ഗൈസ്. അമ്മച്ചീനെ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം. എന്നിട്ട് ഒന്നുകൂടി അടിച്ചിടാൻ ഗൈസ് അമ്മച്ചീനെ. എന്നിട്ട് അത് പൊക്കത്ത് പോയി കട്ട് ചെയ്യാം. എന്നിട്ട് താഴത്ത് പോയി ആ സിവറിന്റെ അവിടെ ആ സ്ക്രൂ ഡ്രൈവർ ഇട്ട് തിരിക്കാനുള്ള അവിടെ വരാം. അമ്മച്ചി വേഗം വാ. വിഷമം തോന്നരുത്. ഡ്രസ്സിൽ ചെറിയൊരു ഊട്ടയിട്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ. കട്ടിംഗ് പേർ ചെയിൻ കട്ടറായാലും മതി. അതുകൊണ്ട് നമുക്ക് കാര്യം നടക്കും ഗൈസ്. നമുക്കിനി പോയിട്ട് എടാ തടയല്ലേ, മാറി. നമുക്ക് പൊക്കത്ത് ഇട്ടത് കട്ട് ചെയ്ത് നോക്കണം ഗൈസ്. അതിൻ്റെ അകത്ത് എന്തായിരുന്നു? ഫ്രഞ്ചൊന്നും കിട്ടായിരുന്നാ മതി. ഫ്രഞ്ചൊന്നും ഒരു ആവശ്യമില്ല. ഫ്രഞ്ചൊന്നും അങ്ങനത്തെ എന്ത് സാധനം ഞാൻ ക്ലിയർ ആയിട്ട് നോക്കില്ല. എനിക്ക് മനസ്സിലായില്ലായിരുന്നു ദൂരത്തുനിന്ന് കണ്ടപ്പോ എന്ത് സാധനമാണെന്ന്. വേഗം പോവല്ല. നല്ല സാധനം പ്ലീസ് പ്ലീസ് പ്ലീസ്. നല്ല സാധനം എന്തേലും നല്ല സാധനം കിട്ടിയാൽ മതി. സേഫ്റ്റിയാണ് ഗൈസ് അതിൻ്റെ അകത്ത്. സേഫ്റ്റി നമുക്ക് ആവശ്യമുണ്ട് ഗൈസ്. സേഫിന്റെ കത്തിന് നല്ല സാധനം വല്ലതും കിട്ടുക? സേഫിന്റെ അകത്ത് വല്ലതും കിട്ടുമായിരിക്കും നല്ലത്. കിട്ടിയാ മതി. കിട്ടിയില്ലേ ആ സിവർ അതും കൂടി ഇതുള്ളു. നല്ല സാധനം കിട്ടുമായിരിക്കും ഗൈസ്. ഇതിന്റെ അകത്ത് മാസ്റ്റർ കീ അല്ലെങ്കിൽ പാഡ്ലോക്ക് കിട്ടിയാൽ കൊള്ളായിരുന്നു ഗൈസ്. അത് 2 കൂടി മതിയല്ലോ നമുക്ക് ഇനി എസ്കേപ്പ് ആവാനായിട്ട്. അല്ല ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ മതിയായിരിക്കും. എനിക്കാകെ ആ 2 സ്ഥലം മാത്രം ആകെ അറിയുള്ളൂ ഗൈസ്. ആ മറ്റേ സിവറിന്റെ അവിടെയുള്ള മറ്റേ ഇത് സ്ക്രൂ ഡ്രൈവർ വെച്ച് കൊടുക്കണം. കാർക്കിയാ ഗൈസ്? നമുക്ക് കാർ തുറക്കാൻ പറ്റും. കാറിന്റെ അകത്തായിരിക്കും കയറുമല്ലോ. മാസ്റ്റർ കീ കിട്ടി ഗൈസ്. മാസ്റ്റർ കീ കിട്ടി. നമുക്ക് പാഡ്ലോക്കിയും കൂടി മാത്രം മതി ഗൈസ്. എനിക്ക് തോന്നണം എന്തായാലും പാഡ്ലോക്കി അതിന്റെ അകത്തായിരിക്കും. ആ സിവർ സ്ക്രൂ ഡ്രൈവർ ഇട്ട് തുറക്കണം അടുത്ത്. ഓക്കെ ഗൈസ്, നമുക്കിനി അത് തുറന്നു നോക്കണം. അതിന്റെ അകത്ത് എന്തൊരു അമ്മച്ചി കൃത്യമായി തോന്നുന്നു. അമ്മച്ചി അവിടെ കിടന്നോ? നമ്മൾ സ്ക്രൂ ഡ്രൈവർ എടുത്തോണ്ട് നേരെ പോവാണ് ഗൈസ് സിവറിന്റെ അടുത്തോട്ട്. വേറെ എങ്ങും നോക്കണ്ട, നേരെ സിവറിന്റെ അടുത്തോട്ട് പോവാണ് ഗൈസ്. ഓടിക്കോ. അയ്യോ, പക്ഷെ അവിടെ ഇത്ര ടെററാണ് ഗൈസ്. നിങ്ങൾക്ക് അറിയാലോ, ഗുണാക്കേവിലേക്കാണ് ഞങ്ങൾ പോകാൻ പോകുന്നത്. അയ്യോ, അവിടെ ആ ഉമ്മൊക്കെ തള്ള നമ്മക്കിട്ട് ഒടി തരും ഗൈസ്. അയ്യോ, എനിക്കൊരു പേടിയുണ്ട്, ചെറുതായിട്ട് നല്ല പേടിയുണ്ട് ഗൈസ്. അയ്യോ, നമ്മൾ എസ്കേപ്പ് ആവുക. ഒരു സാധനം കൂടി കിട്ടിയാൽ മതി നമുക്ക് ഒട്ടും സമയം കളയണ്ട. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. നേരെ അങ്ങോട്ട് പോവാല്ലേ. നമുക്കിപ്പോ ഇവിടെ നിക്കാൻ ഗൈസ്. അപ്പളേ മറ്റേ തള്ള വരുമല്ല, ഇങ്ങോട്ട് വരുമല്ല. കാലുണ്ട് ഗൈസ്, കാലുണ്ട്. ഞാൻ തള്ളയുടെ കാല് കണ്ടു ഗൈസ്. ആ തള്ള അപ്പുറത്തോട്ട് പോയിട്ടുണ്ടോ? നമുക്ക് ഈ വഴി അങ്ങോട്ട് പോവാം. ആ തള്ളനെ നമ്മൾ എന്താ വിളിച്ചോണ്ടിരുന്നത്? മറന്നു, എന്തിലൊക്കെ പോട്ടെ. ഇപ്പൊ ഇങ്ങോട്ട് പോവാം ഗൈസ്. അമ്മച്ചി ഞാൻ ഇവിടെ ഒന്നുമില്ല, വേഗം വിട്ടോ. ഓക്കെ, നമുക്കിനി വേഗം തുറക്കാം ഗൈസ്. അമ്മച്ചി ഇപ്പൊ അവിടെയാണല്ലോ, ഇത് തുറക്കാം. പാഡ്ലോക്കി പ്ലീസ്, പാഡ്ലോക്കി. ഞാൻ എസ്കേപ്പ് ആയിക്കോട്ടെ പ്ലീസ്. പാഡ്ലോക്കി ആടാ. കിട്ടി ഗൈസ്. പാഡ്ലോക്കി കിട്ടി. എന്നാ പോയില്ലേ? അവിടെ പോയി നിക്കാൻ ഗൈസ്. അപ്പൊ അമ്മാമ്മ ഇവിടെ വരുമല്ലോ. അമ്മാമ്മയല്ല, എട്ടുകാലിത്തള്ള വരുമ്പോ നമുക്ക് ഈ വഴി വിടാം. നമ്മുടെ നേരത്തെ ട്രിക്ക് തന്നെ. എട്ടുകാലിത്തള്ള വേഗം വാ. ഇപ്പൊ തന്നെ വരും ഗൈസ്. അയ്യോ, വേഗം വാ. എനിക്ക് സമയം കളയാനില്ല. വേഗം വാ. എനിക്ക് എസ്കേപ്പ് ആണ്. ഇപ്പൊ നമ്മളെ വന്ന് പിടിച്ചാ നമ്മള് ഉദാഹവ. ഓക്കെ ഗൈസ്. അമ്മച്ചി കൊണ്ടുണ്ട് ഗൈസ്. തള്ളവനുണ്ട്. തള്ളേനെ ഇപ്പുറത്തോട്ട്, നമ്മുടെ തൊട്ടടുത്ത് എത്തുമ്പോ നമ്മൾ ഇപ്പുറത്തോട്ട് പോകും ഗൈസ്. തള്ളേ വേഗം വാ. കുറച്ചുകൂടി ഓടിക്കോടാ. ഓക്കെ ഗൈസ്, നമ്മൾ ഫൈനലി എസ്കേപ്പ് ആവാൻ പോവാണ് ഗൈസ്. പക്ഷെ ഇപ്പൊ ചെല്ലുമ്പോ ഞാൻ നമ്മളെ പിടിച്ച സൂപ്പർ ആയിരിക്കും. കുഴപ്പമില്ല ഗൈസ്, നമുക്ക് ഇനിയും ഡേയ്സ് ഉണ്ടല്ലോ. നമുക്കിനി വേഗം പോവാം ഗൈസ്. വേഗം പൊക്കോ. നമുക്ക് ഒന്നുകൂടി അമ്മച്ചിനെ ഉറക്കിയിട്ട് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമുക്ക് അങ്ങ് എസ്കേപ്പ് ആവേക്കും ഗൈസ്.
ഇത് കഴിഞ്ഞിട്ട് അടുത്ത എസ്കേപ്പ് നമുക്ക് എന്തായാലും സിവർ എസ്കേപ്പ് കൂടി കംപ്ലീറ്റ് ആക്കിയിട്ട് നമ്മൾ ഗ്രാനി 2 അല്ലെ 3 കളിക്കുന്നതായിരിക്കും ഗൈസ്. ഏതാണ് ഫസ്റ്റ് വേണ്ടത് നിങ്ങളൊന്ന് കമന്റിൽ പറഞ്ഞേക്കാം. ഗൈസ് നമുക്ക് ഗ്രാനി വരട്ടെ. ഇപ്പൊ ഡ്രോപ്പ് ചെയ്ത സൗണ്ട് ആയിട്ട് ഗ്രാനി വരുമായിരിക്കും. ഗ്രാനി വേഗം വാ വേഗം വാ വേഗം വാ വേഗം വാ. ആ വന്നു ഗൈസ്, വന്ന് വേഗം വാ ഗ്രാനി. എന്നാ പിടിച്ചോ, ഒരു തുള കിട്ടാനിട്ടുണ്ട്. അപ്പൊ അതിനെ പാഡിലോക്ക് വെച്ചാൽ തുറക്കാം ഗൈസ്. ഏറ്റവും ലാസ്റ്റ് അല്ലേ മാസ്റ്റർ തീർന്നത്, ആദ്യം തന്നെ പോയി പാഡിലോക്ക് ഇട്ട് തുറക്കാം. അപ്പൊ നമ്മൾ എസ്കേപ്പ് ആകുമ്പോൾ ആണ് ഗൈസ്. വേറൊന്നും ഇടാനില്ലല്ലോ, ഇല്ല. പാഡിലോക്ക് ഇട്ട് ഓക്കെ, നമുക്ക് പോയി മാസ്റ്റർ കീ എടുത്ത് തരാം ഗൈസ്. ഇവിടെ കിടക്കട്ടെ, മാസ്റ്റർ കീ എടുക്കും. വേഗം പോ. അമ്മച്ചി പോകാൻ എണീറ്റ് വരും ഗൈസ്. ഫൈനലി നമ്മൾ എസ്കേപ്പ് പോകാൻ പോണ്. എല്ലാവരും കൗണ്ട് ഡൗൺ ചെയ്തോ. 1 2 3 സ്റ്റാർട്ട്. നമ്മൾ ഫൈനലി എസ്കേപ്പ് ആയി ഗൈസ്. എസ്കേപ്പ് ആയില്ലേ? പിന്നെ എസ്കേപ്പ് ആയി ഗൈസ്. ഗ്രാനിഡിയ നമ്മൾ എങ്ങാട്ടാ പോണേന്ന് നോക്കാണ്. അങ്ങനെ ഞങ്ങളെന്നാ പോകെ. ഓക്കെ ബൈ. ദി എൻഡ് മച്ചി. ഓക്കെ ബൈ. അയ്യോ, അടിച്ചു പോയി.